അപ്പം നമ്മൾ ബാക്ക് ടു സ്കൂളിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരുവിധം എല്ലാം കഴിഞ്ഞു എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ രണ്ടുപേർക്ക് സെയിം ബാഗായിട്ട് എടുത്തത്. അതായത് അടി വഴക്ക് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് രണ്ടുപേർക്കും ഒരേപോലത്തെ ബാഗാട്ടോ നമ്മൾ വാങ്ങിച്ചത്. എന്താ മുറുക്ക പറ. ചെറിയ വ്യത്യാസമുള്ളൂ, അതിനാണ് ഈ പറയണത്. ഇത് നമ്മുടെ മത്സ്യക്കന്യകയുടെ വാല്, അത് ബട്ടർഫ്ലൈ. ഇതാരെയാ? മീനു അമ്മൂസിൻ്റെ ആണോ? അമ്മൂസിൻ്റെ അമ്മ തരുമ്പോൾ ഓരോന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകട്ടെ. ഇനി സ്കൂള് ഓപ്പൺ ആവണതിൻ്റെ തലേന്ന് അതിൻ്റെ മിഞ്ഞാന്നൊക്കെ ആക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് മാത്രം ആണ് ഇങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. അമ്മൂസിൻ്റെ ബാഗ് ആ സൈഡിലേക്ക് വെച്ചോട്ടെ. ഓക്കെ, ഇത് അമ്മൂട്ടിയുടെ ബാഗല്ല. ആ ബുക്സൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചാൽ, ആ കവറൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചോ. ഓക്കെ, ഈ ഫയൽ എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് മാറ്റി വയ്ക്കാൻ, എന്തെങ്കിലും പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാന്ന് വെച്ചാൽ ഞാൻ കരുതി വാങ്ങിച്ചതാണ്. അത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് കേട്ടോ. അതെന്താ സംഭവം? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ? യൂണിക്കോമിൻ്റെ തോന്നണം അല്ലേ അത്? ഇതിൻ്റെ പ്രൈസ് വരുന്നതിൻ്റെ റേറ്റ് തന്നെ 75 രൂപയാട്ടോ. 75 രൂപയായി. നമ്മളൊക്കെ നമ്മുടെ കാലത്ത് 1 രൂപ 2 രൂപയ്ക്കൊക്കെ റബ്ബർ വാങ്ങണോടത്ത് ഇന്ന് നമ്മുടെ മക്കൾ നോക്കി 75 രൂപയുടെ റബ്ബർ. ഇതൊക്കെ 75 71 രൂപയ്ക്കാണ് തോന്നുന്നു. ഇത് ഇത് കട്ടർ കേട്ടോ, പെൻസിൽ ഷാർപ്പ്നർ കട്ടർ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം വിളിക്കാം. അപ്പോൾ ഇത് കട്ടറാണ്, റബ്ബറല്ല, കട്ടറാണ്. ഷാർപ്പ് അമ്മൂസിൻ്റെ സൈഡിലേക്ക് ഒതുക്കി വെച്ചാൽ ആ ബാഗിൻ്റെ മേലെ വെച്ചോട്ടാ. പിന്നെന്താണ് ഈ കുട? മഴ വരെ നമുക്ക് കാണാം. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല കുട. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കുട കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് അധികം നാളൊന്നും നിലനിൽക്കത്തില്ല. അപ്പം എന്താ പെയിൻറ്റ് മിക്സ്, അതെന്തോ അവൾ പെയിൻ്റ് അടിക്കണ കൂട്ടത്തിലാണ്. ഇഷ്ടംപോലെ പടം വരയ്ക്കാനും പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അവളെടുത്തതാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആരുടെ കൂടെ? പിങ്ക് ആരുടെയാ? അമ്മസിൻ്റെ ആണോ? ഞാൻ ധൂമയാണോ സംസാരിച്ചു? വാവണിക്കും ശബ്ദം അധികം ഉണ്ടാക്കരുത്. എന്നാ നിൻ്റെ കൂടെ മാറ്റി വെച്ചോ, അവിടെ വെച്ചു. സ്നാക്സ് ബോക്സ് ശരിക്കും നല്ല വെറൈറ്റി, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവർ അവിടെ പോയപ്പോൾ എന്തോ പറയുക, ബഹളം വെച്ച് എനിക്ക് അത് മതിയെന്ന് ബഹളം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ എടുത്തത് കേട്ടോ. പിങ്ക് അമ്മൂസിൻ്റെ തന്നെയാണത്. സ്ലൈഡൊക്കെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ അതേ 1 2 അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് കിടക്കണേ. ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെറുക്കിയെടുക്കേണ്ട അവസ്ഥയാണ്. ഇത് സ്ലൈഡൊക്കെ പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇത് ചേട്ടൻ്റെ വക കൊടുത്തത്, അതായത് ഇവരുടെ വലിയച്ഛൻ്റെ മോൻ. ചേച്ചിയാണോ തന്നെ? ഈ ബുക്സ് അമ്മൂട്ടിയുടെ അല്ലേ? ഇതങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിൽ പറഞ്ഞ അമ്മൂസിനുണ്ട്. അമ്മൂസിനത് ഇതാണ് ഗ്രീന് ബുക്സ്. ഭദ്രമായിട്ട് എടുത്തേക്കിട്ട് അമ്മൂസെ. ആളിച്ചിരി സൂക്ഷിപ്പ് കുറവുള്ള കൂട്ടത്തില്ല, അതായത് പടം വരച്ച് ബുക്സൊക്കെ കീറി കളിക്കണ കൂട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. ഇത് ചേട്ടൻ്റെ വകയായോണ്ട് കേട്ടോ, കാറും ബെൻറ്റൻ്റെ ഒക്കെ കേട്ടോ. ആണോ?
പിന്നെന്താണ് വാട്ടർ ബോട്ടിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വാട്ടർ ബോട്ടിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആളെനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തു തരുവാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇതാരുടെ ലഞ്ച് ബോക്സാ? ഇതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല എന്താ പറയുക, നല്ല നല്ല ക്വാളിറ്റി ഉള്ള പാത്രം കൂടിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണ്, എന്നാലും ഇത് PP5 ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ PP5 നോക്കണമെന്ന് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തതിന് ശേഷം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ നോക്കിയെടുത്തേ. ഉള്ളിൽ അവിടെ പോയിരുന്നോ? പിന്നെ ഓക്കെ, അമ്മ കാണിക്കാം. ഇത് ഒരു കുഞ്ഞി കറിപ്പാത്രം. പിന്നെ നമുക്ക് ഇവിടെ വല്ലതൊക്കെ ഇട്ട് കൊടുക്കാം. സ്പൂണൊക്കെ 2 പീസാക്കി വെച്ചേക്കാം. ഭഗവാന് ആണോ? വെറൈറ്റി നോക്കി കണ്ടോ, സെറ്റ് ചെയ്യണ ഒരു ടൈപ്പ് ഇട്ടാ ഇഷ്ടപ്പെട്ടു. വാവ്, ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ എടുക്കുക. കണ്ടോ, സ്റ്റീലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, സ്റ്റീൽ പാത്രം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പാക്ക് ചെയ്യാൻ കേട്ടോ. പ്ലാസ്റ്റിക് ആണ്, ക്വാളിറ്റി കൂടിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഫുഡ് പാക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി അവിടെ ഇരുന്നോ മൊസ. ഇതറിയ അവൾക്കും മൂത്ത ആൾക്കും ഇതേപോലെ തന്നെ എടുത്തേക്കണം. ബ്ലൂ ആണ് മാത്രം. ഈ ബോക്സിൽ എന്തൊരു പ്രത്യേകത ഉണ്ട് നോക്കട്ടെ, ഇവിടെ കാണിച്ച് നോക്കട്ടെ. ഇവിടെ ഒരു നമ്പർ കണ്ടോ, 246 എന്നുള്ളത്. അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് മേലോട്ട് ഈ സ്വിച്ച്, ഈ ബട്ടൺ അങ്ങോട്ട് മേലോട്ട് 4-6. ഇത് ഇങ്ങനെ താത്തിട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മളിത് 2-4-6 നമ്മൾ അങ്ങനെ ആക്കി കൊടുത്താൽ മാത്രമാണ് ഈ സംഭവം വർക്ക് ചെയ്യുള്ളൂ. എവിടെ കാണുന്നില്ലല്ലേ, ഒരു മിനിറ്റ്. ഇവിടെ കണ്ടില്ലേ, ഈ ബട്ടനൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ, താഴത്തേക്ക് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ടൈറ്റാണ്. ഇനി ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ 2-4-6 ഇതാക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പണായി. കണ്ട, പക്ഷെ ഇത് ബുദ്ധിമുട്ടാണ്. എന്നാലും ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പെൻസിലൊക്കെ ഒരു ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല റേസറാണ് ഇത്, റബ്ബർ കണ്ടില്ലേ. പിന്നെന്താണ്, സ്ലൈറ്റ് അല്ലേ അമ്മൂസിൻ്റെ, അതവിടെ വെച്ചോ, ബാഗിൽ വെച്ചോട്ടോ. പിന്നെ ഈ ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ എടുത്ത് വെച്ചോ, അങ്ങോട്ട് വെച്ചോ. നോക്കട്ടെ അങ്ങോട്ട് നോക്കട്ടെ. അങ്ങനെ ഒന്നും കൂടി ഉണ്ട് അല്ലേ? ഓ, ടോപ്പിൽ. ഓക്കെ, ഇല്ലല്ലേ. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെൻസിൽ, റബ്ബർ, അങ്ങനെ സ്കെയിലൊക്കെ വെച്ചോട്ടാ. പെട്ടെന്ന് അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാലോ. വാവ്, അതെന്നാ പെൻസിലൊന്ന് മറ്റേ അത് അപ്പുറത്ത് നല്ല രസമുണ്ട്. പുതിക്ക് ഞാൻ ഉറപ്പില്ല. പിന്നെന്താണ്, നമ്മൾ ഒരു കുഞ്ഞു ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചു, മാർക്കറ്റില്ലേ, മാളില്ലേ, കാണിച്ചു, ഞാൻ കാണിക്കാം. യൂണിക്കോമിൻ്റെ അല്ലേ? ആളെല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് പെൻസിൽ തന്നെയല്ലേ? അത് ഓപ്പൺ ചെയ്യണ്ട, അതിൽ പൊടി ഉണ്ടാവും, അത് ക്ലീൻ ചെയ്യണം. ഇതിങ്ങടുത്തേ. ഡ്രോയിങ് അവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ 2 ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു കേട്ടോ.
ഇത് ആരുടെ എങ്ങനെയാ എന്ന് വെച്ചാൽ രണ്ടുപേരും ഇതാക്കിക്കോ. സ്കെയില് ഇവർക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഒത്തിരി വെറൈറ്റി സ്കെയിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ വരയ്ക്കാനല്ല, അധികം നമ്മൾ ആർഭാടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്കൂളിൽ അത് കയറ്റത്തില്ല. അതുകൊണ്ട് ഒത്തിരി വെറൈറ്റി പൗച്ച് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് ഡെയിലി യൂസ് സാധനങ്ങളാണ് പിള്ളേരുടെ. പിന്നെ അവർക്ക് സ്കൂൾ ഷൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഇവിടെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ വാങ്ങിച്ചത്, കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു. അപ്പോൾ സ്കൂൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ 2 ദിവസം നമ്മൾ കളർ ഡ്രസ്സ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ അത് മേടിച്ചേ. പിന്നെ നമ്മൾ ഇന്ന് ഡ്രൈ ക്ലീനിങ്ങിന് പോയപ്പോൾ അത് മേടിച്ചായിരുന്നു. ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തതൊക്കെ മേടിച്ചു. ഇത് കാണിച്ചാൽ മേടിച്ചു.